ഹായ്, ഞാനിന്ന് ആദ്യം തന്നെ പുറത്താണ് കേട്ടോ കാണിക്കണത്. പുറത്ത് കാണിക്കാൻ കാരണം ഭയങ്കര ചൂടാണ്. എന്തോ വെയിൽ എന്നറിയോ, നല്ല വെയിലുണ്ട്. ഒരു 10-11 മണിയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബിരിയാണിയാണ്. ഒരു ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഓക്കെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ എന്താ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഫുഡ് കഴിക്കണതിൻ്റെ വീഡിയോ ആണ് എടുക്കാൻ പോണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് കുക്കർ ബിരിയാണിയാണ്. അങ്ങനെ ദം ബിരിയാണി അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുള്ള ഒരു ദം ബിരിയാണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ചിന്ന റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ചിന്നന് എക്സാമാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റഡി ലീവാണ്. അപ്പോൾ ഈ ടേസ്റ്റ് ചെയ്തോ, എങ്ങനെയുണ്ട്? ഓക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ കഴിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത് നോക്കട്ടെ. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയാണെങ്കിലും അതുപോലെ ബീഫാണെങ്കിലും നന്നായിട്ട് വെന്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ചിന്നന് ഇഷ്ടം ബീഫാണ്, പക്ഷേ ലച്ചുവിനാണെങ്കിൽ ചിക്കൻ ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചിക്കൻ ബിരിയാണിയൊക്കെയാണ് ഇഷ്ടം. എന്തായാലും നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ കറക്റ്റ് വേവിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതാണ്, ഇതിൻ്റെ വേവ് കറക്റ്റ് ആയില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിന്നൻ്റെ വകയാണ് സാലഡ്. അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ കുക്കിങ്ങൊക്കെ. ചിന്ന പ്ലേറ്റും കൊണ്ട് ടി വി കാണാൻ റൂമിൽ പോയിട്ടുണ്ട്. അപ്പോൾ സിനിമ നല്ല സൗണ്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടോ ഈ കേൾക്കണത്. അപ്പോൾ എന്തായാലും അവൻ രണ്ടാമതും വന്നിട്ടുണ്ട്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുഡ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. അടുത്ത് തന്നെ പുതിയ വീഡിയോ ആയിട്ട് വരാം, പുതിയ പരീക്ഷണങ്ങളുമായിട്ട് വരാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തേക്ക് ബായ്.